പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ജൂലൈ മാസം 1-ാം തീയതി ദൈവമുഖത്തേക്ക് നോക്കുവാൻ, പ്രാർത്ഥനയോടുകൂടി ഈ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ മാസത്തിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ശക്തമേറിയ പ്രവചന ശബ്ദം ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരുമിച്ച് പോകുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ മാസത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ വലിയ ദൈവിക കരുതലുകൾ, ആമേൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ആക്കി വച്ചിരിക്കുന്ന വലിയ ദൈവ പ്രവർത്തികൾ ഇന്ന് തൊട്ട് നിങ്ങളുടെ കൺമുൻപിൽ കാണുമെന്ന് പറഞ്ഞാൽ അതിനാമേൻ പറഞ്ഞു സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? വലിയ ദൈവിക നിയോഗത്തോടു കൂടിയാണ് ഞാൻ ഈ പദങ്ങൾ പറയുന്നത്. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ദൈവ ശബ്ദം ദൈവിക വചനത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത്, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. ഇതേ വേർഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും ഈ ജൂലൈ മാസത്തിൽ നിന്നെ പിന്തുടരും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് വലിയ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും വന്നെത്തിച്ചേർന്നിരിക്കുന്ന ഈ ജനത്തെ യേശുവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ നന്മയും കരുണയും ഇവരുടെ ആയുഷ്കാലമൊക്കെയും ഇവരെ പിന്തുടരുന്ന രീതിയിൽ വലിയ ദൈവ പ്രവർത്തികൾ വെളിപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേൽ ജനം മരുഭൂയാത്ര തുടങ്ങിയപ്പോൾ അവർക്ക് വേണ്ടുന്നത് മൊത്തം ആ മരുഭൂയാത്രയിൽ ദൈവം കരുതിയതുപോലെ ഈ ജനത്തിന് ആവശ്യമായ രോഗസൗഖ്യം, സാമ്പത്തിക നന്മകൾ, ആമേൻ, അത്ഭുത പ്രവർത്തികൾ, ഇന്ന് തൊട്ട് പല വ്യക്തികളുടെ ജീവിതത്തിന്മേലും അൺലോക്ക് ചെയ്യപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഈ മീറ്റിംഗിൽ വളരെ ദാഹത്തോടും ആഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത് ചെയ്യും. നിരാശയിലായിരിക്കുന്ന വ്യക്തികളുണ്ട്, ആമേൻ. ജീവിതം തന്നെ മടിപ്പാണെന്ന് പറയുന്ന വ്യക്തികളുണ്ട്. ഇനി ലക്ഷ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഒരു ബോട്ട് തിരമാലയിൽ എങ്ങനെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ ഇതുപോലെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. യേശുവേ, അവരുടെ മേലൊക്കെ അത്ഭുത കരം, ദൈവിക സൗഖ്യങ്ങൾ, ദൈവിക മാറ്റങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. അതു തന്നെ ഈ ജൂലൈ മാസത്തിൽ ഇവർ കണ്ടിരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ, ആമേൻ. എല്ലാ ദിവസവും തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജുകൾ, വിടുതലിൻ ശുശ്രൂഷകൾ ഈ ചാനലിലൂടെ നടക്കുന്നുണ്ട്. അനേകായിരങ്ങൾക്ക് ഈ ശുശ്രൂഷകൾ ഒരു അനുഗ്രഹമായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, പ്രീശ് ദി ലോർഡ്, എന്നെ കേൾക്കുന്നതെങ്കിൽ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നതെങ്കിൽ, പ്രീശ് ദി ലോർഡ്, ഈ മീറ്റിംഗുകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ഫോളോ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ, പ്രീശ് ദി ലോർഡ്, നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ ദൈവ പ്രവൃത്തികൾ നിങ്ങൾ കണ്ടു തുടങ്ങും. ദൈവം എന്നെ ഏൽപ്പിച്ച ആ പ്രവചന ശബ്ദത്തിലേക്ക് നമ്മൾക്ക് ഒരുമിച്ച് കടന്നു പോകാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വചനമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മാറ്റം കൊണ്ടുവരുന്നത്. വചനത്തിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മാറ്റം കൊണ്ടുവരുവാൻ പറ്റുകയുള്ളൂ. ആമേൻ.
നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം. ഇത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ്. ഈ സീസണിൽ ചിലർ ഈ വാക്യം പറയുന്നത് പോലെ തന്നെ ദൈവപ്രവൃത്തികൾ കണ്ടു തുടങ്ങും. നെഹമ്യാവ് പറയുന്ന ഒരു പദമാണ്, സ്വർഗത്തിലെ ദൈവം ആമേൻ ഞങ്ങൾക്ക് കാര്യം സാധ്യം വരുത്തി തരും. ആമേൻ. The God of heaven, he will prosper us. ആമേൻ. അടുത്ത പദം, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. 2 പദങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കുകയാണ് വലിയ ദൈവനിയോഗത്തോടുകൂടി. ഒന്നാമത്തെ കാര്യം, ദൈവം നിന്നോട് കൂടെയുണ്ട്. രണ്ടാമത്തെ കാര്യം, ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ നീ പ്രതീക്ഷിക്കുകയും നീ പ്രാർത്ഥിക്കുകയും നീ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യം ദൈവം നിനക്ക് സാധിപ്പിച്ചു നൽകി തരും. മൂന്നാമത്തെ കാര്യം, ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പണിയുന്ന ശീശനായിരിക്കും. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരാമേൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രൊഫറ്റിക്കൽ മെസ്സേജ് നിങ്ങൾ സ്വീകരിച്ചോ, നിങ്ങൾ കണ്ടിരിക്കും അത്. ഇവിടെ നെഹമ്യാവ് വലിയൊരു വിഷയത്തിന്റെ നടുവിലായിരിക്കുകയാണ്. യെരൂശലേമിന്റെ മതിലുകൾ തകർന്നിരിക്കുന്ന കാണുന്ന നെഹമ്യാവ് ഇത് കാണുമ്പോൾ ഒന്നാമത്തെ കാര്യം, നെഹമ്യാവ് ഭൂമിയിലുള്ള വ്യക്തികളെയല്ല നോക്കുന്നത്. ഒരു പണിക്കു വേണ്ടി അവൻ നോക്കുന്നത്, അവന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ദൈവമാണ്. അവനറിയാം ഈ പണി നടക്കുക എന്ന് പറയുന്നത് അവന്റെ മുൻപിൽ അസാധ്യമാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർ പറയുന്ന പദമാണ് ഞാൻ പറയുന്നത്, ഇത് അസാധ്യമാണ്. അസാധ്യത്തിന്റെ നടുവിലാണ് ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങളോടുള്ള ദൂത്, അസാധ്യത്തെ എന്റെ ദൈവത്തിന് സാധ്യമാക്കി തരാൻ പറ്റും. ആമേൻ. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലെ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ, 2026 ജൂലൈ മാസത്തിൽ ദൈവം എന്റെ അസാധ്യങ്ങളെ സാധ്യമാക്കി തരും. ആമേൻ. ഇത് സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ മേലെ സംഭവിക്കും. ഞാൻ ചോദിക്കട്ടെ, 100ാമത്തെ വയസ്സിൽ എത്തി നിൽക്കുന്ന പ്രൈസ് ദി ലോർഡ് അബ്രഹാം, അതുപോലെ തന്നെ പ്രായമുള്ള സാറായി, ഇവരുടെ മുമ്പിൽ ഒരു മകൻ ഉണ്ടാകുക എന്ന് പറയുന്ന സാധ്യമാണ് അല്ലേ? എന്നാൽ അബ്രഹാമിന്റെ നോട്ടം ഒരിക്കലും അവന്റെ ശരീരത്തിലേക്ക് പോയില്ല. ഇന്ന് ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുന്നു. വലിയ പ്രതിസന്ധികളുടെ നടുവിൽ നീ ആയിരിക്കുമ്പോൾ, വലിയ പ്രതികൂലത്തിന്റെ നടുവിൽ നീ ആയിരിക്കുമ്പോൾ, നിന്റെ നോട്ടം പ്രതികൂലത്തിലേക്കും പ്രതിസന്ധിയിലേക്കും പോകാതെ ദൈവമുഖത്തേക്ക് നോക്കാൻ പറ്റുമെങ്കിൽ അവിടെ നിന്നു തന്നെ നിനക്കു വേണ്ടി മറുപടികൾ, അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവകരത്തിന്റെ പ്രവൃത്തികൾ, ഒരു സീസൺ ചിലരുടെ മുമ്പിൽ ദൈവാത്മാവ് തുറക്കുമെന്ന് ആത്മനിയോഗത്തോടുകൂടി ഞാൻ ഈ പ്രവചന ശബ്ദത്തെ കൈമാറുകയാണ്. ഇത് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞാൻ നിങ്ങളെ സൂം മീറ്റിംഗിൽ ലൈവായി സൂക്ഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും സൂം മീറ്റിംഗിൽ തന്നെ ശബ്ദമേറിയ ഒരു പ്രൊഫറ്റിക്കൽ പ്രയർ, ആത്മാവിലുള്ള പ്രാർത്ഥന, അത് പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. ചരിത്രത്തെ മാറ്റുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ രാവിലെ എല്ലാ ദിവസവും രാവിലെ 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ അവിടെ കൈമാറുന്നുണ്ട്. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം സൂം മീറ്റിംഗിൽ നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഇവിടെ നെഹമ്യാവ് പറയുന്ന ഒന്നാമത്തെ കാര്യം, മതിലുകൾ തകർന്നിരിക്കുകയാണ്. മതിലുകൾ തകർന്നിരിക്കുക മാത്രമല്ല, സൻബല്ലത്തും തോബിയാവും 2 വ്യക്തികൾ
നെഹമ്യാവിനും കൂട്ടർക്കും എതിരെ നിൽക്കുകയാണ്. ആമേൻ. ചില സമയങ്ങളിൽ ഈ പ്രവചന ശബ്ദം നിങ്ങൾ നോട്ട് ചെയ്തോ, ചില സമയങ്ങൾ എതിരുണ്ടാകുന്നത് നല്ലതാണ്. ആമേൻ. ചില സമയങ്ങളിൽ കാറ്റും കോളും അടിക്കുന്നത് നല്ലതാണ്. ചില സമയങ്ങളിൽ അസാധ്യത്തിന്റെ നടുവിൽ നീ നിൽക്കുന്നത് നല്ലതാണ്. ചില ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് ദൈവം എന്നെ ഈ അസാധ്യത്തിന്റെ നടുവിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? എന്തിനാണ് എന്റെ ജീവിതത്തിന്റെ മേൽ ഈ എതിരുകൾ സംഭവിക്കുന്നത്? എന്തിനാണ് എന്റെ ജീവിതത്തിന്റെ മേൽ ഈ ആഞ്ഞടിക്കുന്ന തിരമാലകൾ കടന്നു വരുന്നത്? ഞാൻ നിങ്ങളോട് പറയും, അതിന്റെ നടുവിൽ മാത്രമേ നിനക്ക് ദൈവപ്രവൃത്തി കാണാൻ പറ്റുകയുള്ളൂ. ആരോടോ? ഇന്നെന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് ആത്മനിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ്, ഈ ജൂലൈ മാസം 1-ാം തീയതി തൊട്ട് ചിലരുടെ ജീവിതത്തിന്റെ മേൽ ദൈവ പ്രവർത്തികൾ അൺലോക്ക് ചെയ്യപ്പെടുകയാണ്. ദൈവ പ്രവർത്തികൾ അൺലോക്ക് ചെയ്യപ്പെടുകയാണ്. എതിരുകൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, എല്ലാം അസാധ്യമെന്ന് നെഹമ്യാവ് പറയുമ്പോൾ, അവൻ പറയുന്നത് മനുഷ്യനെയല്ലേ അവൻ ഹൈലൈറ്റ് ചെയ്യുന്നത്, സ്വർഗത്തിലെ ദൈവം. സ്വർഗത്തിലെ ദൈവം. ഇതാണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. എല്ലാം തീർന്നു പോകുമെന്ന് നമ്മൾ കരുതിയ മൂമെന്റുകളിൽ സ്വർഗത്തിലേക്ക് നോക്കിയാട്ടെ. ചോദിക്കട്ടെ, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. കൈകാലുകൾ ആമത്തിലാണ്. അക്ഷരികമായി പറഞ്ഞു കഴിഞ്ഞാൽ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരിക അസാധ്യമാണ്. അസാധ്യമാണ്. എന്നാൽ ഒരു നിമിഷം പോലും പൗലോസും ശീലാസും ഈ അടയപ്പെട്ട ഭിത്തികളിലേക്കോ ബന്ധിക്കപ്പെട്ട കൈകാലുകളിലേക്കോ അവർ നോക്കിയില്ല. ഇത് ചിലരോടുള്ള ദൈവശബ്ദമാണ്. അടയപ്പെട്ട വഴികളിലേക്കും ബന്ധിക്കപ്പെട്ട കൈകാലുകളിലേക്കും നിങ്ങൾ നോക്കരുത്. ആമേൻ. നിങ്ങൾ നോക്കരുത്. അതിനേക്കാൾ ഉപരിയായി പൗലോസും ശീലാസും ചെയ്തതുപോലെ ആ സാഹചര്യത്തിന്റെ നടുവിൽ നിനക്ക് ഒരുവനെ നോക്കാൻ പറ്റിയ, ആമേൻ, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ഹോമെങ്കിൽ നിന്ന് വരുന്നു എന്ന് 121-ാം സങ്കീർത്തനം പറയുന്നത് പോലെ തന്നെ ഈ സാഹചര്യത്തിന്റെ നടുവിലും നിനക്കു വേണ്ടി ദൈവത്തിന്റെ കരം വെളിപ്പെടും. അത്ഭുതം നിന്റെ ജീവിതത്തിന്മേൽ സംഭവിച്ചിരിക്കും. ആമേൻ. ഇങ്ങനെ ദൈവമുഖത്തേക്ക് നോക്കിയ പൗലോസിനും ശീലാസിനും വേണ്ടി ദൈവം കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കി. ഇന്ന് ചിലരോട് ദൈവാത്മ പ്രേരിതമായി ഞാൻ ഈ വേർഡിനെ കൈമാറുകയാണ്. ചിലരുടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, ആമേൻ, മുഖമെന്ന് പറയുന്ന, ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്തതയുള്ള ആ സാഹചര്യങ്ങളുടെ മേൽ വലിയ ദൈവ പ്രവൃത്തിയുടെ കരം കടന്നു വരുന്നു. അവിടെ നിന്ന് നിങ്ങൾ അത്ഭുതകരമായി പുറത്തു വരുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്. യെരൂശലേമിന്റെ മതിലുകൾ ഭൂമിയിൽ പുനർനിർമ്മിക്കുന്നതിന് മുമ്പ് അതിന്റെ തീരുമാനം സ്വർഗത്തിൽ നിന്ന് വരുന്നു എന്ന്, അത് ഭയങ്കര പവർഫുൾ ആണ്. നെഹമ്യാവിന് അറിയാമായിരുന്നു. ആമേൻ. ഈ ഭൂമിയിൽ എന്തു നടക്കണമെങ്കിലും അത് സ്വർഗത്തിൽ നിന്ന് അപ്രൂവൽ കിട്ടണമെന്ന് നെഹമ്യാവിന് അറിയാമായിരുന്നു. നമുക്കറിയാം, യേശു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ലൂക്കോസിന്റെ സുവിശേഷം, എനിക്ക് തോന്നുന്നു മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, ആമേൻ, ഇപ്രകാരമാണ് പറയുന്നത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ നാമം ഭൂമിയിൽ, അടുത്ത പദം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ, ആമേൻ, നിന്റെ രാജ്യം വരണമേ. എന്തെങ്കിലും ഭൂമിയിൽ സംഭവിക്കണമെങ്കിൽ അത് സ്വർഗത്തിന്റെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. അത് ദൈവത്തിന്റെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നെഹമ്യാവ് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നത്, നെഹമ്യാവ് പറവാനിടയായി തീർന്നത് സ്വർഗത്തിലെ ദൈവം. ആ കടത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞാട്ടെ, സ്വർഗത്തിലെ ദൈവം. ആ രോഗത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞാട്ടെ, സ്വർഗത്തിലെ ദൈവം. അടയപ്പെട്ട കരിയറിന്റെ മുമ്പിൽ നിങ്ങൾ ആയിരിക്കുന്നല്ലോ,
അതിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞാട്ടെ, സ്വർഗത്തിലെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ആ എക്സാം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, പല പ്രാവശ്യം നിങ്ങൾ എഴുതി തോറ്റു. അതിന്റെ നടുവിൽ നിങ്ങൾ പറഞ്ഞാട്ടെ, ഇനി ഞാൻ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കുകയില്ല, സ്വർഗത്തിലെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിച്ചു തരും. ആമേൻ. ആ അസാധ്യത്തിന്റെ നടുവിൽ, ആ നിരാശയായിരിക്കുന്ന ചിലരുണ്ടല്ലോ, അതിന്റെ നടുവിൽ നിങ്ങൾ പറഞ്ഞാട്ടെ, സ്വർഗത്തിലെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ സാഹചര്യം നിന്റെ മുൻപിൽ മാറുന്നതും ദൈവ പ്രവൃത്തി ആശ്ചര്യമായി നിന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുന്നതും ഈ സീസണിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. ഓ രാമ ലംചൽ പ്രബാല ഘടകസി റോഷമാന പടക ശംജൽ പ്രബാല ഘടകസി. ആമേൻ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണ്, ദയവ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഒരു വലിയ ഭാഗം കൂടി നിങ്ങൾ ആയിത്തീരുകയാണല്ലോ. അടുത്തത്, ദൈവം ഞങ്ങൾക്ക് അനുകൂലമായുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദൈവം കാര്യം സാധിപ്പിച്ചു തരും. അത് ഭയങ്കര പവർഫുൾ ആണ് ആ വേർഡ്. ഒന്നും നടക്കാതിരിക്കുമ്പോഴാണ് നെഹമ്യാവ് പറയുന്നത്, ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഈ ദൂത് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ആ വിദേശ രാജ്യത്ത് എല്ലാ വഴികളും അടയപ്പെട്ട്, ആമേൻ, റോഖമ ലംജൽ പ്രബാല ഘടകസി, ഇനി എന്ത് എന്നുള്ള ചോദ്യത്തോടു കൂടി എന്നെ കാണുന്ന ചെറുപ്പക്കാരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവം ഞങ്ങൾക്ക് വേണ്ടി കാര്യം സാധിപ്പിച്ചു തരും. കാര്യം സാധിപ്പിച്ചു തരും എന്നതിന്റെ വിവർത്തനം, എബ്രായ പദത്തിന്റെ വിവർത്തനം, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു അഡ്വാൻസ്, മുന്നേറുക, ആമേൻ, ടു സക്സീഡ്, വിജയിക്കുക, പ്രൈസ് ദി ലോർഡ്, ടു ഓവർകം റെസിസ്റ്റൻസ്, എതിർപ്പുകളെ അതിജീവിക്കുക. ആമേൻ. ദൈവപ്രവർത്തനം മുന്നോട്ട് നയിക്കുന്നതിനാൽ നിന്റെ ജീവിതത്തിന്റെ മേൽ പുരോഗമനം കാണുവാനിടയായിത്തീരും. ഈ 3 വേർഡ് നിങ്ങൾ ഓർത്തു വെക്കുക. ഈ സീസന്റെ മേൽ നിങ്ങൾ മുന്നോട്ട് പോകും. 2, നിങ്ങൾ വിജയിക്കും. 3, നിന്റെ മുമ്പിൽ കിടക്കുന്ന റെസിസ്റ്റന്റ് ലൈനുകൾ, എതിർപ്പുകളെ നിങ്ങൾ അതിജീവിക്കും. നിങ്ങളത് വിശ്വസിക്കുന്നു? എതിർപ്പുകളെ നിങ്ങൾ അതിജീവിക്കും. എതിർപ്പുകളെ നിങ്ങൾ അതിജീവിപ്പിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനം ഈജിപ്തിൽ കടക്കുമ്പോൾ മോശയെ ദൈവം ആ ജനത്തിന്റെ നടുവിൽ പറഞ്ഞയച്ചപ്പോൾ അവർ മുന്നോട്ട് പോയി, അവർ വിജയിച്ചു കയറുവാനിടയായി തീർന്നു. ഫറവോൻ എന്ന വലിയ ശക്തിയെ, ആ റെസിസ്റ്റൻസിനെ അവർ എതിർത്ത് മുന്നോട്ട് തന്നെ സഞ്ചരിച്ചതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ കരയരുത്. ആരൊക്കെയോ കരഞ്ഞുകൊണ്ട് എന്നെ കാണുന്നു. ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ മുന്നേറും. അക്ഷരികമായി നിങ്ങൾ മുന്നേറും. വിജയങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. പരാജയം നിന്റെ ജീവിതത്തിന്മേൽ പഴങ്കഥയായി മാറുവാൻ വേണ്ടി പോകുകയാണ്. വിജയങ്ങൾ നിന്റെ ജീവിതത്തിന് മേൽ സംഭവിക്കും. അത് അക്ഷരികമായി യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് JB റോഡിലുള്ള, സുൽത്താൻപേട്ടിലുള്ള JB റോഡിലുള്ള ജോബീസ് മോളിന്റെ 4ാമത്തെ നിലയിൽ, അതിന്റെ സിൽവർ ഹോൾ എന്നറിയപ്പെടുന്ന ഹോളിൽ വെച്ചിട്ടാണ് നമ്മുടെ മീറ്റിംഗിൽ നടക്കുന്നത്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എന്നെ കാണുവാനും നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം അവിടെ ഉണ്ടാകും. ആ വിടുതലിൻ ശുശ്രൂഷകൾ, ദൈവപ്രവൃത്തിയുടെ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, ഈ ജൂലൈ മാസത്തിൽ ഇവർ വിജയിച്ച് മുന്നോട്ട് പോകും. ഞങ്ങൾ കേട്ടതുപോലെ ദൈവം കൂടെയുള്ളത് കൊണ്ട് കാര്യം ദൈവം സാധിപ്പിച്ച് നൽകി കൊടുക്കും. ആമേൻ. അതിലെനിക്ക് ഉറപ്പുണ്ട് യേശുവേ, അതിലെനിക്ക് ഉറപ്പുണ്ട്. ദൈവം കൂടെയുള്ളത് കൊണ്ട് ദൈവം കാര്യം സാധിപ്പിച്ചു കൊടുക്കും. അസാധ്യങ്ങളെ കണ്ടുകൊണ്ട് ഭയന്നിരിക്കുന്നവരുടെ മേൽ വലിയ വിജയവും വലിയ ദൈവപ്രവൃത്തിയും സംഭവിക്കട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുക. ദൈവം അത് ചെയ്യും, യേശുവൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളോട് ഏവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. God bless you all. God bless you all.